നിലപാടിന്റെ രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത്. ഇത് ചില്ലറ കാര്യമല്ല. നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. 400 സീറ്റ് കിട്ടിയിട്ട് വേണം നമ്മുടെ ഭരണഘടന തിരുത്താനെന്നാണ് അവർ പറയുന്നത്. എന്താണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രത്യേകത? നമ്മുടെ ഭരണഘടന നമ്മളെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ദേശത്തിന്റെ പേരിലോ മറ്റു പലതിന്റെ പേരിലോ മനുഷ്യനെ ഭിന്നിപ്പിച്ചിരുന്ന കാലങ്ങളുണ്ടായിരുന്നു നമുക്ക് മുമ്പ്. കുറച്ചു കാലം EMSന്റെ മണ്ണാണ് നമുക്കറിയാമോ. 1957 മുമ്പ് സർക്കാർ വിദ്യാലയങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അന്നത്തെ മാനേജ്മെന്റ് സ്കൂളുകൾ തന്നെ എടുത്താൽ സാധാരണക്കാരന്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പഴയ ആളുകളോട് ചോദിച്ചാൽ നമുക്കറിയാം, ഇവിടെയുള്ള പ്രായമായ ആളുകൾക്കറിയാം, അവിടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർക്ക് ആത്മാഭിമാനത്തോടെ പഠിപ്പിക്കാൻ കഴിയുമായിരുന്നു. ഡിഗ്നിറ്റി ഉണ്ടായിരുന്നു. അവർക്ക് സാലറി ഉണ്ടായിരുന്നു. അവർക്ക് കിട്ടിയിരുന്ന സാലറി തന്നെ മാനേജ്മെന്റ് എടുത്തുകൊണ്ട് അവർക്ക് വളരെ തുച്ഛമായ സാലറി. പഠിപ്പിച്ചിരുന്ന അധ്യാപകർ പോലും പട്ടിണിയിലായിരുന്ന ഒരു കാലമായിരുന്നില്ലേ? അതിനും തൊട്ട് മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ജാതീയത പേരിൽ സംസ്കൃതം കേട്ടുകഴിഞ്ഞാൽ കാതിൽ ഈയം ഒഴിക്കണമെന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നില്ലേ? ഞാൻ അതിലേക്ക് കടക്കുകയല്ല. ആത്മാഭിമാനത്തോടുകൂടി വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം കിട്ടുന്നത് 1957 നമ്മുടെ ഗവൺമെന്റ് വന്നതിനു ശേഷം സാർവത്രിക വിദ്യാഭ്യാസം സൗജന്യമായിക്കൊണ്ട് പുതുക്കുന്നതിനുള്ള വിദ്യാഭ്യാസ ബില്ല് ജോസഫ് മുണ്ടശ്ശേരിയുടെ നേതൃത്വത്തിൽ വന്നതിനു ശേഷമാണ്. ആ മാറ്റം നമുക്ക് കണ്ടതല്ലേ? എന്നാൽ ഇത്തരത്തിൽ ആത്മാഭിമാനത്തോടുകൂടി സമൂഹത്തിന് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിന്നുണ്ടോ? നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ രാജ്യം അപകടം പിടിച്ച സാഹചര്യത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പല നിയമങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ പാസാക്കുന്നു. നമ്മളെല്ലാവരെയും ഒന്നായി കാണുന്ന, ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ആ ഭരണഘടന നമുക്ക് ഉറപ്പു തന്നതിന് ശേഷമാണ് നമ്മളെല്ലാവരും നല്ല രീതിയിൽ ജാതി മത വ്യത്യാസമന്യേ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന നിയമസഭകളിലും പാർലമെന്റിലും വന്ന ഭരണഘടനയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളാണ്. ഇന്ന് ആ ഭരണഘടന തുടങ്ങുന്ന ആമുഖം നമുക്ക് എല്ലാവർക്കും അറിയാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഭരണഘടനയാണ്. നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഭരണഘടനയുടെ ആമുഖം ആണ് അവസാനം എഴുതിയത്. ഡോക്ടർ BR അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആമുഖത്തിന്റെ തുടക്കം നിർദ്ദേശിച്ചത്. അവിടെ എന്നാൽ മറ്റു പലരും പറഞ്ഞു ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പേരിൽ എഴുതണം എന്ന്. ദൈവത്തിന്റെ പേരിൽ എഴുതണമെന്ന് പറഞ്ഞപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ അന്നത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ആളുകൾ ബഹുഭൂരിപക്ഷം വരുന്നവരും വിശ്വാസികളാണ്, ദൈവവിശ്വാസികളാണ്. എന്നാൽ അവരിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾ പറഞ്ഞു, നമ്മുടെ മുൻഗാമികളായ ഭീഷണശാലികളായിട്ടുള്ള അവർ പറഞ്ഞത് ഒരിക്കലും തന്നെ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് നമുക്ക് ഭരണഘടന തുടങ്ങാൻ പറ്റില്ല എന്നാണ്. വലിയ തർക്കമായപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കരുതേണ്ട നിരീശ്വരവാദികളായ ആളുകളാണ് അതിനെ എതിർക്കുക. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രത്യേകതയുള്ളത് ആ ബഹുഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികളും ദൈവവിശ്വാസികളുമായ ആളുകൾ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ അമൻമെന്റിന് വോട്ടിലിട്ടുകൊണ്ട് അതിനെതിരായി വോട്ടിലിട്ട് ആ വോട്ട് അത് തോൽപ്പിച്ചു കളഞ്ഞു എന്നതാണ്. ബഹുഭൂരിപക്ഷം വിശ്വാസികളുമാണ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറയുന്ന അമൻമെന്റിന് എതിരായി വോട്ട് ചെയ്ത് തോൽപ്പിച്ചത്. അതിന് അവർ പറഞ്ഞൊരു കാരണമുണ്ട്. കാരണം ഇന്ന് നമ്മൾ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ എല്ലാവരുടെ ദൈവമായിട്ട് നമ്മൾ പറഞ്ഞാലും ഭാവിയിൽ വരുന്ന ആരെങ്കിലും ആ ദൈവത്തിന് ചില കളറുകളും ചില നിറങ്ങളും ചാർത്തിക്കൊണ്ട് മറ്റു മതക്കാരെ അകറ്റി നിർത്താൻ അതൊരു കാരണമായേക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാലത്ത് അതിനെ മറ്റൊരു തരത്തിൽ ഫാസിസ്റ്റ് ഐഡിയോളജിയായി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യയിലെ ജനങ്ങൾ, അതിൽ മതവിശ്വാസികളും അല്ലാത്തവരും എല്ലാതരം വിശ്വാസികളും ഉൾപ്പെടുന്നതായി മാറിയത്. ആ ഭരണഘടന സുന്ദരമായ ഭരണഘടനയാണ്. ആ ഭരണഘടനയെ തിരുത്തണമെന്നാണ് സംഘപരിവാര രാഷ്ട്രീയം പറയുന്നത്. ഈ 400 സീറ്റിന് വേണ്ടിയിട്ട് അവർ പറയുന്നത് ആ ഭരണഘടന തിരുത്തണമെന്നാണ്. അതിലൊരു അപകടമുണ്ട്. 400 സീറ്റ് എന്തായാലും അവർക്ക് കിട്ടില്ല എന്ന ഉറപ്പാണ്. 400 സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ കാരണം UP-യിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും മധ്യപ്രദേശിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും ഒക്കെ പരമാവധി സീറ്റിലാണ് അവരുള്ളത്. ഇനി സൗത്ത് ഇന്ത്യ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് അവർക്ക് സീറ്റ് കിട്ടേണ്ടത്. അങ്ങനെ BJPക്ക് മുഴുവനായി അത്തരത്തിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പരമാവധി കോൺഗ്രസുകാരെ നിങ്ങൾ ജയിപ്പിച്ചാൽ അവരെ വില കൊടുത്തോ ED കൊണ്ടോ പേടിപ്പിച്ചുകൊണ്ട് BJPയുടെ ഭാഗമാക്കി മാറ്റാമെന്ന ധൈര്യമാണ് അവർക്കുള്ളത്. അങ്ങനെയാണ് അവർ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ കാണുന്നത്.
അപ്പൊ ഭരണഘടന തിരുത്താവുന്ന അപകടകരമായ ഒരു അവസരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടെ എന്തിനാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്? അതിന് കാരണമുണ്ട്. ഇന്ത്യയുടെ പൗരത്വം, ആ ഭരണഘടനയാണ് ഇന്ത്യയുടെ പൗരത്വത്തിന് അടിസ്ഥാനം പറയുന്നത്. പൗരത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരമാണ്, അല്ലെ? നമ്മൾ ഇന്ത്യൻ പൗരനായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും മാന്യമായി ജീവിക്കാനുള്ള അവകാശമുള്ളത്, നമുക്ക് വഴി നടക്കാനുള്ള അവകാശമുള്ളത്, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവകാശമുള്ളത്, നമുക്ക് ജോലി എടുക്കാനുള്ള അവകാശമുള്ളത്, എല്ലാം നമുക്ക് ഒരു പൗരനായതുകൊണ്ടാണ്. ആ പൗരൻ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം മതമല്ല. ഇന്ത്യയുടെ ഭരണഘടന മതം ഒരിക്കലും പൗരത്വത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ടില്ല. എന്നാൽ നമ്മുടെ പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കി മാറ്റാൻ തീരുമാനിച്ചുകൊണ്ടാണ് CAA-യും NRC-യും നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത്. എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട്. നമ്മുടെ രാജ്യം അച്ചാദിനം നല്ലതിനും പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന് രാജ്യം കടുത്ത പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും പോയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ വർത്തമാന കാലം എന്ന് പറയുന്നത് കടുത്ത ദാരിദ്ര്യത്തിലേക്ക് മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോദി 15 ലക്ഷം പ്രഖ്യാപിച്ചു, മോദി ഗ്യാരണ്ടി പറഞ്ഞു. ഇന്ന് വരെ കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ 100 രൂപ ഒരു ദിവസം സമ്പാദിക്കാൻ കഴിയാതെ ജീവിതം വഴിമുട്ടിപ്പോയ മനുഷ്യരുടെ എണ്ണം 1 കോടിയല്ല, 10 കോടിയല്ല, ഏതാണ്ട് 70 കോടി മനുഷ്യരാണ്. പകുതിയോളം വരുന്ന മനുഷ്യർ. നിങ്ങൾ ആലോചിക്കുക, 100 രൂപ ഒരു ദിവസമില്ലാതെ ആലോചിക്കാൻ പറ്റുമോ? 104-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ പട്ടിണിയിൽ, ഇന്ന് 111-ാം സ്ഥാനത്തായി. നിസ്സാരമായി നമ്മൾ കാണണ്ട, നമ്മുടെ ജീവിതത്തിൽ ഇത് ബാധിക്കാൻ പോകുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ 111-ാം സ്ഥാനത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും പട്ടിണിയുള്ള മനുഷ്യരുടെ രാജ്യമായി ഇന്ത്യ രാജ്യം മാറി. വിശപ്പ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദുരിതവും വേദനയുമാണ്, അല്ലെ? ആ വിശക്കുന്ന മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് പണക്കാരായ ആളുകളിൽ ഏറ്റവും മുകളിലുള്ള 1% വലിയ രീതിയിൽ അവരുടെ സാമ്പത്തികം വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് 70% വരുന്ന ആളുകൾ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു. ഈ മോദി ഭരണം തുടർന്നാൽ എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഓരോരുത്തരും ഇപ്പൊ നമ്മൾ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരാളാണെങ്കിൽ, ദാരിദ്ര്യം അല്ലെങ്കിൽ പോലും കുറച്ച് കഷ്ടപ്പാടുള്ള ആളാണെങ്കിൽ നിങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് മാറും. ഇടത്തരക്കാരനാണ്, വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്നതാണെങ്കിൽ അധികം വൈകാതെ മോദിയുടെ പോളിസിയുടെ ഭാഗമായി നിങ്ങൾ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോകും. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളാണെങ്കിൽ അവൻ മിഡിൽ ക്ലാസ് ആയി താഴും, പിന്നെ അതിൽ നിന്നും താഴേക്ക് പോകും. ഇങ്ങനെ സാമ്പത്തികമായി നമ്മൾ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. കേരളം താരതമ്യേന ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട്, പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെട്ടതുകൊണ്ട്, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മുടെ വിദ്യാലയങ്ങൾ ഉള്ളതുകൊണ്ട്, നമ്മുടെ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ കിട്ടുന്നത് കൊണ്ട്, നമുക്ക് മറ്റ് സാമൂഹിക കാര്യങ്ങൾക്ക് വലിയ ചെലവില്ലാതെ ചില കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് കേരളത്തിൽ തൽക്കാലം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിലും, പെൻഷൻ അടക്കമുള്ളതുണ്ടെങ്കിലും നമ്മുടെ ജീവിതവും വലിയ മാറ്റത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു. നിങ്ങൾ കണ്ടില്ലേ എന്താണ്? സ്വന്തം ഭാര്യ മരണപ്പെട്ടിട്ട് ആ ഭാര്യയെ ഏറ്റിക്കൊണ്ടുപോകുന്ന 23 കിലോമീറ്റർ ഒരു മനുഷ്യൻ ഏറ്റിക്കൊണ്ടുപോകുന്നത് ആംബുലൻസ് ഇല്ലാതെ. ഒറ്റപ്പെട്ട സംഭവമാണ്. സ്വന്തം ഭർത്താവ് സ്വന്തം അച്ഛൻ മരണപ്പെട്ട് എത്ര കിലോമീറ്ററാണ് സൈക്കിളിൽ ചവിട്ടിപ്പോയത്? നമ്മൾ കണ്ടില്ലേ? സാധാരണക്കാരന്റെ വിശപ്പടക്കാനും വേദന പരിഹരിക്കാനും അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനുമാണ് ശ്രദ്ധിക്കുക. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി ചായ വിൽക്കുന്ന അതേ രീതിയിലാണ് ഈ രാജ്യത്തിന്റെ പൊതുസ്വത്തുക്കളെല്ലാം വിറ്റുപറച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യ രാജ്യം നാളെ BJP ഭരിച്ചില്ലെങ്കിലും പൊതുസ്വത്ത് മുഴുവൻ ഇത്തരത്തിൽ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ അപകടകരമായ ഈ സാഹചര്യത്തിൽ നമ്മൾ പ്രതികരിക്കണ്ടേ? നമ്മൾ ചോദ്യം ചെയ്യണ്ടേ? നമ്മുടെ രാജ്യത്തെ വിറ്റുകിടക്കാൻ പാടില്ല. നമ്മുടെ കുട്ടികൾ പട്ടിണി കിടക്കുന്നു, അവർക്ക് വിശക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണം വേണം, അവർക്ക് വിദ്യാഭ്യാസം വേണം, നമ്മുടെ രാജ്യത്ത് തൊഴിൽ വേണം, തൊഴിലെവിടെ എന്ന് ചോദിക്കണ്ടേ? അങ്ങനെ ഒന്നിച്ചു നിന്നുകൊണ്ട് നമുക്ക് ചോദിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കാൻ, നമ്മളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം പണ്ട് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ തന്ത്രം, അതാണ് ഇപ്പൊ ഇവർ നടപ്പിലാക്കുന്നത്. അങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് ഈ രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും ജൈനനും ക്രൈസ്തവനും ബുദ്ധനും മതമില്ലാത്തവരുമൊക്കെ ഒരമ്മരത്തെ മക്കളെ പോലെ ഒന്നിച്ച് ജീവിച്ചിരുന്ന സാഹചര്യത്തെ ഇല്ലാതെയാക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായാണ് പൗരത്വ ഭേദഗതി ബില്ലടക്കമെന്ന നിയമങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ പാസാക്കുന്നത്. സംശയമുണ്ടാവും, നമ്മളെ ഭിന്നിപ്പിക്കാനല്ലേ?